ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റസീം വേലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ തൊട്ടടുത്ത് കുറച്ച് മൃഗങ്ങളെയും പക്ഷികളൊക്കെ വളർത്തുന്നുണ്ട് ഒരു വീട്ടിൽ. അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് അവിടെയുള്ള ഷെഡുകളും അവരെ വളർത്തുന്ന ഫാംസൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ വളർത്തുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് 2 നായകൾ വളർത്തുന്നുണ്ട്. നല്ല കുരക്കുന്ന നായയാണ്, 2 എണ്ണം ഉണ്ട്. ഈ സൈഡിൽ നല്ല ഭംഗിയുള്ള നായകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. പിന്നെ അപ്പുറത്ത് ഇതുപോലെ നെറ്റ് വെച്ച് കെട്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഷെഡുമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ നിറയെ റാബിറ്റ്സ്, കുറേ മുയൽസ് വളർത്തുന്നുണ്ട്. പല പല കളറിലാണ് ഇവരുള്ളത്. ജോഡികളാണ്. അതാ വെള്ള, കറുപ്പ് അങ്ങനെ ആ കളറിൽ, ഗ്രേ കളർ, അങ്ങനത്തെ കളറുകളൊക്കെയാണ് മുയൽ ഉള്ളത്. വലുതും ചെറുതും എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നല്ല രസമാണ് ഇവരെ വളർത്താനും, ഇവരെ കാണുമ്പോൾ നല്ല രസമാണ്. ഒരുപാടുണ്ട്, 10-20 എണ്ണം ഉണ്ട് ഇവരെ അടുത്ത് ഈ മുയൽസ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് കുറേ ടൈം എടുത്തത്. ലോ ആയിരുന്നു, നമ്മൾ കുറച്ച് തിരക്കുകളിലൊക്കെ ആയതുകൊണ്ടാണ് ഇതായത്. ഇനി അടുത്തത് ഇവരുടെ ഫാമാണ്, കൗ ഫാമാണ്. കുറേ 5-8 പശുക്കളുണ്ട്. വലിയ പശുക്കളും ചെറിയ കുട്ടി പശുവൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് കാണുക. ഇവരെ വളർത്തുവാനൊക്കെ നല്ല രസമാണ്. ഈ വീട്ടിൽ ഒരു കാക്കയും ഒരു താത്തയുമാണ് ഇവരെ വളർത്തുന്നത്. ഇനിയുണ്ട് ഒരുപാട്. നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരൂ. ഇനി അടുത്തത് നമ്മൾക്ക് കാണാനുള്ളത് അടിപൊളി ആടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ എടുത്ത് പ്രസവിച്ച ആടുകളും എല്ലാം ഉണ്ട്. കറുപ്പ്, പല കളറിലുള്ളതൊക്കെ ഉണ്ട് ആടുകൾ. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ കാണിച്ചു തന്ന ആടുകളാണ് ഇപ്പോൾ അടുത്ത് പ്രസവിച്ച ഈ 2 ആട്ടുകുട്ടികളാണ് ഇപ്പോൾ അടുത്ത് പ്രസവിച്ച ആട്ടുകുട്ടികൾ. ഇനി അടുത്തതായി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇവിടെയുള്ള ഒരു അടിപൊളി തത്തയാണ്. ഇതാണ് ഇവിടുത്തെ തത്ത. നല്ല അടിപൊളി തത്തയാണ്, അടിപൊളിയാണ്. ഇത് സൗണ്ട് ഉണ്ടാക്കും. ഇപ്പോൾ സൗണ്ട് ഞാൻ അറിയാതെ കുറച്ച് വച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്, ക്ഷമിക്കണം. അത്രയേ ഉള്ളൂ ഇവിടുത്തെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.